ഇന്നത്തെ വീഡിയോ ഒരു അൺബോക്സിംഗ് വീഡിയോയാണ്. കൊറിയർ വന്നിട്ടുള്ളത് നിമ്മീസ് ക്യാമറ സെൻറ്റർ വൈറ്റില എറണാകുളത്ത് നിന്നാണ് വന്നിരിക്കുന്നത്. ഇതെന്താണെന്ന് ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. നന്നായിട്ട് ബബിൾ റാപ്പ് ചെയ്തിട്ടാണ് ബോക്സ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ GoPro Hero 9 ബ്ലാക്ക് ആക്ഷൻ ക്യാമറ. ഇനി നമ്മുടെ ചാനലിൽ വരുന്ന വീഡിയോസൊക്കെ നല്ല ക്ലാരിറ്റിയിലും നല്ല ക്വാളിറ്റിയിലും ഉള്ളതായിരിക്കും. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ക്യാമറ വാങ്ങിയിട്ടുള്ളത്. ഇനി നമുക്കിതിൻ്റെ ബോക്സ് ഒന്ന് പൊട്ടിക്കാം. പുറത്തെ ആ ബോക്സ് ഓപ്പൺ ആക്കി കഴിയുമ്പോൾ അതിനുള്ളിൽ മറ്റൊരു ബോക്സാണ്. അത്യാവശ്യം നല്ല ഒരു കട്ടിയുള്ള നല്ല തിക്കായിട്ടുള്ളൊരു കേസാണത്. ഇതിനുള്ളിലാണ് ക്യാമറയും ബാക്കിയുള്ള അതിൻ്റെ ഐറ്റംസൊക്കെ വെച്ചിരിക്കുന്നത്. നമുക്കൊന്ന് ഓപ്പൺ ആക്കി നോക്കാം. വാവ്, ബ്യൂട്ടിഫുൾ. അപ്പോൾ ഇതാണ് ക്യാമറ. ഫസ്റ്റ് ടൈമാണ് ഞാൻ വേറെ എങ്ങും ഡെമോയും കണ്ടിട്ടില്ല. ഫസ്റ്റ് ടൈം ഡയറക്റ്റ് വാങ്ങി ഇവിടെ കൊറിയർ വഴിയാണ് വന്നത്. ട്രാക്ക് ഓൺ കൊറിയർ വഴിയാണ് വന്നത്. ഇതാണ് നമ്മുടെ ക്യാമറ. ബാക്ക് സൈഡിലും LCD സ്ക്രീനുണ്ട്. ഫ്രണ്ട് സൈഡിലും ഒരു ചെറിയ സ്ക്രീനുണ്ട്. നമുക്ക് ആ ഒരു കവർ ഒന്ന് റിമൂവ് ചെയ്യാം. ഇതിൻ്റെ ആ ഒരു ലെൻസ് നമുക്ക് ചേഞ്ച് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും. അതാണ് GoPro Hero 9 ബ്ലാക്കിൻ്റെ ഒരു സ്പെസിഫിക്കേഷൻ. അവിടെ ഒരു ബട്ടണുണ്ട്, സൈഡിന് ഒരു ബട്ടണുണ്ട്. ഇനി ഇത് നമുക്ക് ബാറ്ററി ഇട്ടൊന്ന് ഓണാക്കി നോക്കാം. ഇനി ഇതേ ബോക്സിൽ നമുക്ക് കിട്ടുന്നതാണ് ഒരു C കേബിൾ, ചാർജർ കേബിളാണ്. പിന്നീട് നമുക്കുള്ളത് ഹെൽമെറ്റിലൊക്കെ ഫിക്സ് ചെയ്യാൻ പറ്റുന്നൊരു മോൾഡാണ്. ഇതാണ് ബാറ്ററി. ഒരു പീസ് ബാറ്ററിയാണ് ക്യാമറയുടെ കൂടെ അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ ഹെൽമെറ്റിൽ അറ്റാച്ച് ചെയ്യുന്ന മോൾഡിൻ്റെ ക്യാമറ മോൾഡാണത് ഇപ്പോൾ കാണിച്ചത്. ഇനി നമുക്കിതിനുള്ളിൽ എങ്ങനെയാണ് ബാറ്ററി ഇടുന്നതെന്നൊന്ന് നോക്കാം. ഇതിൻ്റെ സൈഡിൽ ഇവിടെ ഒരു ലോക്കുണ്ട്. ആ ഒരു ലോക്ക് അത്യാവശ്യം നല്ല ടൈറ്റാണ് കേട്ടോ. അത് നന്നായിട്ടൊന്ന് മുകളിലേക്കൊന്ന് വലിക്കണം. നന്നായിട്ട് മുകളിലേട്ടൊന്ന് പുഷ് ചെയ്തിട്ട് സൈഡിലേക്ക് എടുക്കുമ്പോൾ ഓപ്പണായി കിട്ടും. ഇത് അറിഞ്ഞുകൂടാത്തവർ കറക്റ്റായിട്ടൊന്ന് യൂട്യൂബ് വീഡിയോസ് ഏതെങ്കിലും നോക്കിയിട്ട് മാത്രം ചെയ്യണം. ഇനി അവിടെ നമുക്ക് ഹോൾഡ് ചെയ്യാനായിട്ടുള്ളൊരു പോയിൻ്റാണ്. ഇനി നമുക്ക് ആ ബാറ്ററി അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ട് അത് ഒന്ന് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തൊന്ന് അടയ്ക്കണം. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഹാൻഡിൽ ചെയ്യുന്നത്, അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. ഇനി പവർ ഓൺ ബട്ടണിൽ ഒന്ന് ലോങ് പ്രസ് ചെയ്യുമ്പോൾ നമ്മുടെ ക്യാമറ ഓൺ ആയിട്ടുണ്ട്. GoPro Hero 9 നല്ല ക്ലാരിറ്റി. ഇനി അതിൽ കുറേ സെറ്റിങ്സ് ഒക്കെ ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇംഗ്ലീഷ്, അത് കഴിഞ്ഞിട്ട് നമ്മൾ എഗ്രി, യെസ്. ഇനി ഈ ക്യാമറയുടെ താഴെ രണ്ട് ചെറിയ ക്ലിപ്പ് അതേപോലൊരു സംഭവമുണ്ട്. അവിടെയാണ് നമ്മൾ ഈ ക്യാമറയുടെ എല്ലാ മൗണ്ടുകളും കണക്റ്റ് ചെയ്യുന്നത്. പിന്നെ ഇതുപോലെ ഒരു സ്ക്രൂവും കൂടി അവൈലബിൾ ആണ്. ഈ സ്ക്രൂ ഇട്ടിട്ടാണ് നമ്മളത് ടൈറ്റ് ചെയ്ത് വെക്കുന്നത്. നല്ല പവർഫുള്ളായിട്ടുള്ള നല്ല മെറ്റീരിയലാണ് കേട്ടോ. പെട്ടെന്ന് കേടാവുകയോ അങ്ങനെയൊന്നുമില്ല. നല്ല സ്ട്രോങ് ആണ്. ഈ ക്യാമറയ്ക്കുള്ള ആക്സസറീസും കൂടെയൊക്കെ ഞാൻ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ഞാൻ ഇതിൽ കാണിച്ചു തരാം. നമ്മൾ ഈ ബാറ്ററി ഇടാനായിട്ട് ഓപ്പൺ ചെയ്ത അവിടെ സൈഡിലായിട്ടൊരു സോക്കറ്റ് ഉണ്ട്. അവിടെയാണ് നമ്മുടെ സാധാരണ ചാർജിങ് കേബിൾ തന്നെയാണ്. അത് വെച്ചിട്ട് നമുക്ക് ചാർജ് ചെയ്യാം. ചാർജിങ്ങിന് ഇടുമ്പോൾ നമ്മൾ ഒരിക്കലും ക്യാമറ അങ്ങനെ യൂസ് ചെയ്യരുത്. അത് ഒരുപാട് ഓവർ ഹീറ്റായി പോകും. ഇനി ഈ ക്യാമറയ്ക്ക് വേണ്ട ആക്സസറീസ് ഞാൻ വാങ്ങിയിട്ടുണ്ട്. അത് ആമസോണിൽ നിന്നാണ് വാങ്ങിയിട്ടുള്ളത്. ഇതെന്തൊക്കെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. Robustrion എന്ന ഒരു കമ്പനിയുടെ ആക്സസറീസാണ് ഞാൻ വാങ്ങിയത്. അത്യാവശ്യം നല്ല റിവ്യൂവും
നല്ല റേറ്റിംഗും ഒക്കെ ഉള്ള ഒരു പ്രോഡക്റ്റാണ്. നല്ല ഒരു നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രൈസ് കൂടിയാണ്. അപ്പോൾ ഇങ്ങനെ ഓപ്പൺ ചെയ്യുമ്പോൾ ഓരോ സിപ്പ് ലോക്ക് കവറുകളിലായിട്ടാണ് അവരുടെ ആ പ്രോഡക്റ്റുകളെല്ലാം വെച്ചിരിക്കുന്നത്. അത്യാവശ്യം നല്ല ക്വാളിറ്റി പ്രോഡക്റ്റ് തന്നെയാണ്. നമ്മുടെ ഏത് ഗോപ്രോയ്ക്കായാലും യൂസ് ചെയ്യാൻ പറ്റിയ ക്വാളിറ്റിയിൽ നല്ല പ്രോഡക്റ്റ് തന്നെയാണ്. ഇത് ഏകദേശം 15 പീസേ ഉള്ളൂ ഐറ്റംസ്. വേറെ 10, 20, 30 ഐറ്റംസൊക്കെയുള്ള പ്രോഡക്റ്റുകളുണ്ട്. പക്ഷേ അത്രേൻ്റെ ആവശ്യം നമുക്കിപ്പോൾ ഇല്ല. അതുകൊണ്ട് ഞാൻ ഇതാണ് ചൂസ് ചെയ്തത്. ഇത്രയുമാണ് ഇതിലുള്ള പ്രോഡക്ട്സ്. ഇനി ഇത് ഞാൻ ഓരോന്നായിട്ട് എന്തൊക്കെയാണെന്നുള്ളത് പറഞ്ഞു തരാം. ആദ്യമായിട്ട് ഈ ഒരു യെല്ലോ കളർ സിലിണ്ടർ പോലെയുള്ളൊരു ഐറ്റം. ഇത് നമ്മൾ വെള്ളത്തിൻ്റെ അടുത്തും കടലിലോ കായലിലോ ഒക്കെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ക്യാമറ ഇതിൽ നമുക്ക് അറ്റാച്ച് ചെയ്യാൻ പറ്റും. കാരണം ഇൻ കേസ് ക്യാമറ നമ്മുടെ കയ്യിൽ നിന്ന് പോയി വെള്ളത്തിൽ വീണാൽ ക്യാമറ മുങ്ങിപ്പോവാതെ മുകളിൽ തന്നെ പൊങ്ങിക്കിടക്കും. അപ്പോൾ അതിനായിട്ട് യൂസ് ചെയ്യുന്നതിൽ ഇത് അതിനുള്ളിൽ ഫുള്ള് എയറാണ്. അതിൻ്റെ കൂടെ ഒരു ടാഗും കൂടിയുണ്ട്. ഇനി അടുത്തത് കാണിച്ചു തരാം. ഇത് നമ്മുടെ സ്റ്റിക്കാണ്. നോർമൽ സെൽഫി സ്റ്റിക്ക് പോലത്തെ ഒരു സ്റ്റിക്ക് തന്നെയാണ്. പക്ഷേ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളൊരു സാധനമാണ്. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സ്ലൈഡ് ചെയ്യാം. ഇവിടെയാണ് ക്യാമറ വെച്ചിട്ട് ടൈറ്റ് ചെയ്യുന്നത്. ഇത് ഒരു 2 മീറ്റർ വരെ ലെങ്ത് ഇതിന് കിട്ടുന്നുണ്ട്. നല്ല ക്വാളിറ്റി ഉള്ളൊരു സ്റ്റിക്കാണ്. ഇനി അടുത്തത് ഇതൊരു ബൈക്ക് മോൾഡാണ് കേട്ടോ. ബൈക്കിലൊക്കെ റൈഡ് ചെയ്യുമ്പോൾ റൈഡേഴ്സിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ്. ഈ ഒരു സ്ക്രൂ നമുക്ക് തിരിച്ച് അത് ഊരിയെടുത്തിട്ട് ഇത് നമുക്ക് ബൈക്കിൻ്റെ ഹാൻഡിൽ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. അതൊരു പ്ലാസ്റ്റിക് മെഷ് പോലെ ഒരു സംഭവമാണ്. ഇനി നമുക്ക് ഇവിടെയാണ് കേട്ടോ ക്യാമറ കണക്ട് ചെയ്യുന്നത്. അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ഒക്കെ 360 ഡിഗ്രി നമുക്ക് തിരിക്കാൻ പറ്റുന്ന ഒരു മോൾഡാണ്. ഇനി അടുത്തത് നമുക്ക് കാറിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മോൾഡാണ്. ഞാൻ കാണിച്ചു തരാം. ഇതാണ് കാറിൽ ഫിറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഇത് നമുക്ക് നന്നായിട്ട് മൂവ് ചെയ്യാം. നമ്മുടെ പൊസിഷൻ അനുസരിച്ച് നമുക്കതിൻ്റെ വ്യൂ അഡ്ജസ്റ്റ് ചെയ്യാം. വാക്വമാണ് ഗ്ലാസ്സിൽ നമുക്ക് വെച്ചിട്ട് ആ ഒരു ക്ലിപ്പ് താഴേക്ക് ആക്കുമ്പോൾ അത് ഫിറ്റായിട്ട് തന്നെ ഇരുന്നോളും. അപ്പോൾ ഇത് നമുക്ക് യൂസ് ചെയ്യാം. നല്ല പ്രോഡക്റ്റാണ്, നല്ല ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റാണ്. ഗ്ലാസ്സിൽ സ്റ്റിക്ക് ചെയ്ത് നോക്കിയിരുന്നു. നല്ല സ്റ്റിഫായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. ഏത് സൈഡിലേക്ക് വേണേലും നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യാം. ഇനി അടുത്തത് ഇത് നമ്മുടെ സ്ക്രൂ ഒക്കെ ടൈറ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ്. നമ്മൾ ക്യാമറ ഇട്ടിട്ട് ആ മോൾഡ് നമ്മൾ കൈവച്ച് മുറുക്കിയിട്ട് നന്നായിട്ട് മുറുക്കാൻ പറ്റിയില്ല എങ്കിൽ നമുക്ക് അത് വെച്ചിട്ട് ടൈറ്റ് ചെയ്യാൻ പറ്റും. ഇനി അടുത്ത കിറ്റിലുള്ളത് നമ്മൾ ഹാൻഡ് ബാഗൊക്കെ യൂസ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏത് ബാഗായാലും യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ആ ബാഗിൻ്റെ സ്ട്രാപ്പിൽ ഇത് അറ്റാച്ച് ചെയ്ത് വെക്കാം. ഇതിനൊരു മോൾഡും ഒരു സ്ക്രൂവും കൂടിയുണ്ട്. ഇതിലവിടെയാണ് നമ്മൾ ക്യാമറ വെക്കുന്നത്. ഇത് നമുക്ക് ഏത് രീതിയിലേക്കും നമുക്ക് റൊട്ടേറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. ഞാൻ കാണിച്ചു തരാം. ബാഗിൽ ഞാനൊന്ന് അറ്റാച്ച് ചെയ്ത് കാണിച്ചു തരാം. നമുക്ക് ഇവിടെ ക്ലിപ്പ് ചെയ്ത് വെക്കാം. ഇത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സ്ലൈഡ് ചെയ്യാം. ഇഷ്ടമുള്ള പൊസിഷനിൽ ക്യാമറ വെക്കാം. അടുത്തത് ഒരു റിസ്റ്റ് സ്ട്രാപ്പാണ്. ഇത് നമുക്ക് നമ്മുടെ കയ്യിൽ അറ്റാച്ച് ചെയ്ത് വെക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിലാണ് ക്യാമറ മോൾഡ് ചെയ്യുന്നത്. ഇത് യൂഷ്വലി യൂസ് ചെയ്യുന്നത് സ്കേറ്റേഴ്സാണ്. അതായത് ഐസ് സ്കേറ്റേഴ്സും അല്ലാതെ സ്കേറ്റിംഗ് ചെയ്യുന്നവർക്കൊക്കെ ഇത് നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മോൾഡാണ്. അടുത്തത് ഒരു ഹെഡ് സ്ട്രാപ്പാണ് കേട്ടോ. നമുക്ക് നമ്മുടെ ഫോർഹെഡിൽ ക്യാമറ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും ഈ ഒരു സ്ട്രാപ്പ് ഉപയോഗിച്ചിട്ട്. അവിടെയാണ് ക്യാമറ സെറ്റ് ചെയ്യുന്നത്. ഇത് ഞാനൊന്ന് ഇട്ട് കാണിക്കാം. നല്ല എലാസ്റ്റിക്കാണ് കേട്ടോ. നന്നായിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ ഇങ്ങനെയായിരിക്കും ക്യാമറ. അത് നമ്മൾ വെച്ച് കഴിയുമ്പോൾ ഇരിക്കുന്ന അവിടെയും അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ അതിൻ്റെ സൈഡിലും ഒരു ബക്കിളുണ്ട്, അവിടെയും നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്യാം. ഇനി അടുത്തത് ലാസ്റ്റ് പാക്കറ്റാണ്.
ഇത് ചെസ്റ്റ് സ്ട്രാപ്പാണ്. നമുക്ക് നമ്മുടെ ചെസ്റ്റിൻ്റെ സൈഡിൽ ഇവിടെ ഫ്രണ്ട് സൈഡിൽ ക്യാമറ അറ്റാച്ച് ചെയ്യാൻ പറ്റും. ഇതിങ്ങനെയായിരിക്കും ഉണ്ടാവുക. നല്ല അത്യാവശ്യം ക്വാളിറ്റി നന്നായിട്ടുള്ള സ്ട്രാപ്പ് തന്നെയാണ്. ഇതിൻ്റെ ഇവിടെ ഒരു മോൾഡ് അറ്റാച്ച് ചെയ്യാം. എന്നിട്ട് അതിലാണ് നമ്മൾ ക്യാമറ സെറ്റ് ചെയ്യുന്നത്. ഈ ക്ലിപ്പ് അഴിച്ചിട്ട് നമുക്ക് ഇത് ഈസി ആയിട്ട് ഇടാൻ പറ്റും. ഞാനൊന്ന് ഇട്ട് കാണിക്കാം. ഇവിടേക്ക് ഇത് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. ഇവിടെ ബക്കിളുണ്ട്, നല്ല എലാസ്റ്റിക്കാണ്, ഫിറ്റായിട്ട് നമുക്ക് ഇരുന്നോളും. ജയുടെ മോന് അധികം വണ്ണമില്ലാത്തത് കൊണ്ടാണ് കേട്ടോ, കുഞ്ഞല്ലേ, അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ലൂസായിട്ട് കിടക്കുന്നത്. നമുക്ക് ടൈറ്റ് ചെയ്യാൻ ഇനി അതിൽ പറ്റില്ല. അവനെ ഇട്ട് കൊടുക്കുമ്പോൾ അതിൽ കൂടുതൽ ടൈറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെയാണ് അത് ജസ്റ്റ് നമ്മൾ വെയർ ചെയ്യേണ്ടത്. അതാണ് ഞാൻ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇനി എക്സ്ട്രാ ഉള്ളത് നമുക്കൊരു സ്ക്രൂ ഉണ്ട്. അതിൽ എക്സ്ട്രാ എന്ന് പറയാൻ പറ്റും, നമുക്ക് യൂസബിൾ ആണത്. പിന്നീടുള്ളത് 2 ക്ലിപ്പുണ്ട്. ഇതൊന്നെന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ആ ചെസ്റ്റ് സ്ട്രാപ്പിൽ ഇത് അറ്റാച്ച് ചെയ്തിട്ടാണ് ക്യാമറ അതിൻ്റെ മുകളിൽ ഇവിടെയാണ് ഇത് ഇങ്ങനെ അറ്റാച്ച് ചെയ്തിട്ട് ഇതിലാണ് നമ്മൾ ചെസ്റ്റ് സ്ട്രാപ്പിൽ ക്യാമറ അറ്റാച്ച് ചെയ്യാൻ പറ്റുന്നത്. അവിടെയാണ് ക്യാമറ വെക്കുന്നത്. ഇനി ഇത് നമ്മളിപ്പോൾ നേരത്തെ ഒരു സ്റ്റിക്ക് കാണിച്ചില്ലേ, ആ സ്റ്റിക്കിൻ്റെ മുകളിൽ ഇത് സെറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിലാണ് നമ്മൾ ക്യാമറ അറ്റാച്ച് ചെയ്യുന്നത്. അതും 2 എണ്ണം എക്സ്ട്രാ ഉണ്ട്. പിന്നെ ഒരു ചെറിയൊരു ബാഗ്, നമുക്ക് ഈ ആക്സസറീസ് കാര്യങ്ങളൊക്കെ വയ്ക്കാനായിട്ട് ഒരു ചെറിയൊരു ബാഗ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ സമയമായിട്ടുണ്ട്. ഇനി നമ്മുടെ വീഡിയോസൊക്കെ നമ്മൾ നമ്മുടെ ക്യാമറയിലായിരിക്കും എടുക്കുന്നത്. അപ്പോൾ നല്ല ക്ലാരിറ്റിയിൽ നമുക്ക് വീഡിയോസ് ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റും. ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ നിങ്ങൾ ഷെയർ ചെയ്യുക. കൂടുതൽ നല്ല നല്ല വീഡിയോസ് കാണാനായിട്ട് ഞങ്ങളുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനടുത്തുള്ള ഒരു ബെൽ ബട്ടൺ എനേബിൾ ആക്കി വെക്കുക. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും ബൈ ബൈ. താങ്ക് യു സോ മച്ച്.